അമേരിക്ക എന്ന ലോക പോലീസിന്റെ നാശമാണ് ഇപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഗാസയിൽ യുദ്ധം തുടരുന്ന ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് സഹായിക്കാനെത്തിയ ട്രംപിന്റെ നടപടികൾ അമേരിക്ക എന്ന രാജ്യത്തിന്റെ പവർ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണെന്നും പറയുവാൻ കഴിയും. എന്നാൽ അതേ പവറോടെ ട്രംപ് ഇറാനിലേക്കും തിരിഞ്ഞതോടെ കാര്യങ്ങൾ മുഴുവൻ മാറി മറിയുകയാണിപ്പോൾ. അവിടെയും അമേരിക്കയ്ക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണെന്നും പറയാം. റഷ്യയുമായി ഒരു തരത്തിൽ അടുപ്പം സൃഷ്ടിച്ചു വന്ന ട്രംപ് ഇറാനിലേക്ക് തിരിയുകയാണ്. അവിടെയും ശരിക്കും പാടുകയാണ് ട്രംപിന്റെ പദ്ധതികളെല്ലാം. ഇറാനെ തൊട്ടാൽ വിവരമറിയുമെന്ന് റഷ്യയും അമേരിക്കയ്ക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതോടെ ട്രംപിന്റെ പദ്ധതികളെല്ലാം തന്നെ മാറി മറിയുകയാണ്. തുടർന്ന് ചൈനയും ഉത്തര കൊറിയയും ഒക്കെ രംഗത്തിറങ്ങിയതും അമേരിക്കയ്ക്ക് ശക്തമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കനത്ത വെല്ലുവിളികളായിരുന്നു റോമിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ട്രംപ് ഇറാന് നേരെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ അവയെല്ലാം വെല്ലുവിളിയിൽ മാത്രം ഒതുങ്ങുമെന്നത് നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിന് പിന്നിലെ പ്രധാന കാരണം ഇറാന്റെ കൈവശമുള്ള പുറത്തെടുക്കാത്ത ആയുധ ശേഖരങ്ങൾ തന്നെയാണ്. പരമ്പരാഗത ആയുധങ്ങളുമായി പലതും തരംതിരിച്ചിട്ടുണ്ട്. അവയുടെ കഴിവുകളെല്ലാം അസാധാരണമാണ് ശരിക്കും. തങ്ങളുടെ ആയുധപ്പുരയിൽ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യ ആയുധങ്ങൾ ഉണ്ടെന്ന് ഇറാനിയൻ ആർമിയുടെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ ക്യൂമർസ് ഹൈദാരി വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് ഏത് ഭീഷണിയെയും നിർണായകമായി നേരിടാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് പൂർണ്ണമായും സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു. തങ്ങളുടെ കൈവശം വളരെ ന്യൂനതമായ ആയുധങ്ങളാണ് നിലനിൽക്കുന്നത്. അവയിൽ ചിലത് രഹസ്യമോ അതീവ രഹസ്യമോ ആയിട്ടാണ് നിലനിൽക്കുന്നത്. കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഇവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരമ്പരാഗത ആയുധങ്ങളായി പലതും തരംതിരിച്ചിട്ടുണ്ട്. എന്നാൽ അവയുടെ കഴിവുകളെല്ലാം അസാധാരണമാണെന്നാണ് ബ്രിഗേഡിയർ ജനറൽ തുറന്നു പറയുന്നത്. ഇറാനിലെ അൽ അലം വാർത്താ ശൃംഖലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കമാൻഡർ ഇതെല്ലാം വെളിപ്പെടുത്തിയത്. തന്ത്രപരമായ ആശങ്കകൾ കാരണം ഈ സംവിധാനങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അതുപോലെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. 1980-88 കാലഘട്ടത്തിൽ ഇറാനെതിരെ യുദ്ധം നടത്തിയതിനു പിന്നാലെ പരമ്പരാഗത ഘടനയിൽ നിന്ന് ഇറാൻ ആധുനികവും ചലനാത്മകവുമായ പുരോഗതി കൈവരിച്ച ഒരു സേനയിലേക്ക് മാറിയിരുന്നു. പിന്നീട് കരസേനയ്ക്കുള്ളിൽ പ്രധാന പരിവർത്തനങ്ങൾ നടന്നതും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് യൂണിറ്റുകൾക്ക് വേഗത്തിലുള്ള ചലനം, അതുപോലെ പൂർണ്ണ ആക്രമണശേഷി, വേഗത്തിലുള്ള ഇടപെടൽ എന്നിവയ്ക്കുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി.